സെൻട്രൽ അമേരിക്കയിലെ എൽ സാൽവദോർ അമേരിക്കയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഹോണ്ടുറാസ്, ഗ്വാട്ടിമാല എന്നീ രാജ്യങ്ങൾക്കടുത്താണ് എൽ സാൽവദോറിൻ്റെ സ്ഥാനം. തെക്ക് ഭാഗത്ത് പസഫിക് സമുദ്രമാണ്. 65 ലക്ഷം ജനങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുന്നു. ഏകദേശം കേരളത്തിൻ്റെ പകുതിയോളം വലിപ്പമുണ്ടാകും. ഇന്ത്യയുടെ ഇരട്ടിയാണ് ആളോഹരി വരുമാനം. പണ്ടുകാലത്ത് സ്പെയിൻ ഭരിച്ചിരുന്ന രാജ്യമാണ് എൽ സാൽവദോർ. മെക്സിക്കോയും ഇവിടെ കുറച്ചുകാലം ഭരണം നടത്തിയിരുന്നു. 200ഓളം വർഷമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. അതിനുശേഷം ധാരാളം അട്ടിമറികളും പട്ടാള വിപ്ലവങ്ങളും ഏകാധിപത്യ ഭരണങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള മുതലാളിമാർക്ക് അമേരിക്കയുമായി അടുത്ത ബന്ധമാണ്. എങ്കിലും ജനങ്ങളിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായതുകൊണ്ട് അമേരിക്കൻ ഇടപെടലുകളെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് കുറേ കൊല്ലം ഇവിടെ കലാപമുണ്ടായത്. എങ്കിലും ഇപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് സ്റ്റാബിളായി നിലനിൽക്കുന്നുണ്ട്. 13 വർഷം നീണ്ട ആഭ്യന്തര യുദ്ധകാലത്ത് കുറേയധികം എൽ സാൽവദോർ സ്വദേശികൾ അമേരിക്കയിലേക്ക് കുടിയേറി. ഇപ്പോൾ അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ള വിദേശ വിഭാഗം എൽ സാൽവദോറിലെ ജനങ്ങളാണ്. കാർഷിക പ്രധാനമായിരുന്ന ഈ രാജ്യത്തിൽ ആദ്യകാലത്ത് കൊക്കോയും പിന്നീട് ഇൻഡിഗോ ചെടിയുമായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അടുത്ത കാലത്തായി കാപ്പി കൃഷിക്ക് പ്രാധാന്യം കൂടിയിട്ടുണ്ട്. അമേരിക്കൻ ഡോളറാണ് ഈ രാജ്യത്തിലെ കറൻസി. സാമ്പത്തിക മേഖലയിൽ ക്രിപ്റ്റോ കറൻസി നിയമപരമായി സ്വീകരിച്ച ആദ്യത്തെ രാജ്യമായി എൽ സാൽവദോർ അറിയപ്പെടുന്നു. പണ്ടുകാലത്ത് കേരളത്തിലെ പോലെ ഉയർന്ന കുറ്റകൃത്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു എൽ സാൽവദോർ. ഗുണ്ടാ സംഘങ്ങൾ അഴിഞ്ഞാടുന്ന ഒരു സ്ഥിതിവിശേഷം അനേക വർഷങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. 2 വർഷം മുമ്പ് മാഫിയ സംഘങ്ങളെ അടിച്ചമർത്തുന്ന ഒരു നയം ഇവിടെ നടപ്പാക്കി. ഗുണ്ടാ സംഘങ്ങളിലെ അംഗങ്ങളെ തല്ലിക്കൊല്ലുകയും ചുരുങ്ങിയ വർഷം ജയിലിലടച്ച് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. 53,000-ഓളം മാഫിയ പ്രവർത്തകരെ ഇപ്പോൾ ജയിലിലടച്ചിട്ടുണ്ട്. ഗുണ്ടകളോട് പോലീസിന്റെ പെരുമാറ്റം വളരെ ക്രൂരമാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ പരാതിപ്പെടുന്നുണ്ട്. എങ്കിലും ഗവൺമെന്റ് അത് വലിയ കാര്യമാക്കുന്നില്ല. കേരളത്തിൽ വടക്ക് ഭാഗത്ത് മാത്രമേ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ എൽ സാൽവദോർ മാതൃകയിൽ ഒരു അടിച്ചമർത്തൽ ആവശ്യമായിട്ടുണ്ട്. മനോഹരമായ ഒരു രാജ്യമാണ് എൽ സാൽവദോർ. 500 സ്പീഷീസ് പക്ഷികളും 800ഓളം സ്പീഷീസ് മറൈൻ ഫിഷും ഇവിടെയുണ്ട്. അമേരിക്കയുടെ അടുത്തുള്ള ഒരു രാജ്യമാണെങ്കിലും കുറെ കൂടി യാഥാസ്ഥികരാണ് എൽ സാൽവദോറിലെ ജനങ്ങൾ. 60% സാൽവഡോറിയൻസും ഹോമോസെക്ഷുവാലിറ്റി ഒരു പാപമാണെന്ന് കണക്കാക്കുന്നു. ടൂറിസം മേഖലയ്ക്ക് നല്ല വളർച്ചയുണ്ട്. ഒരു വർഷം 13 ലക്ഷം ടൂറിസ്റ്റുകൾ എൽ സാൽവദോർ കാണുവാൻ വേണ്ടി വരുന്നു. മനോഹരമായ ബീച്ചുകളും വൈബ്രന്റായ നൈറ്റ് ലൈഫുമാണ് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത്. എൽ സാൽവദോറിന്റെ തലസ്ഥാനം സാൻ സാൽവദോർ നഗരമാണ്. രാജ്യത്തിന്റെ ഒത്ത മധ്യത്തിലുള്ള സാൻ സാൽവദോർ നഗരത്തിൽ 20 ലക്ഷം ജനങ്ങൾ താമസിക്കുന്നു. രാജ്യത്തിന്റെ സമ്പത്തിന്റെ പകുതിയും തലസ്ഥാന നഗരിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ജനങ്ങളിൽ 3/4 ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുന്നത്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വലിയൊരു വിടവ് ഇവിടെ കാണാനുണ്ട്. പണക്കാർ താമസിക്കുന്നത് ചുറ്റും മതിൽ കെട്ടിയ ലക്ഷറി ഫ്ളാറ്റുകളിലാണ്. ബാറുകളും ക്ലബ്ബുകളും ജിമ്മുകളും റെസ്റ്റോറൻറ്റുകളും ബൂട്ടിക് കോഫി ഷോപ്പുകളും ജ്വല്ലറി സ്റ്റോറുകളുമായി സമ്പന്നർ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ദരിദ്രർ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും ചേരി പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ധാരാളം ബോളിവാർഡുകളും മോണ്യുമെന്റ്സും കത്തീഡ്രലും നാഷണൽ പാലസും മ്യൂസിയങ്ങളും പാർക്കുകളും സിനിമാ തിയേറ്ററുകളും നാടക തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളും ക്രാഫ്റ്റ് മാർക്കറ്റുകളും ഈ നഗരത്തിലുണ്ട്. സാൻ സാൽവദോർ നഗരത്തിലെ റെസ്റ്റോറന്റ് പാസ്ക്വാലെ മികച്ച ഇറ്റാലിയൻ ഭക്ഷണം നൽകുന്നു. അതുപോലെ ഫൈസ്കാ ഡു ബ്രസീൽ റെസ്റ്റോറൻറ്റ് നല്ല ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. മികച്ച ബ്രസീലിയൻ ഭക്ഷണം ഇവിടെ ലഭിക്കും.